ടൈം സ്റ്റാർട്ട്. നോ, ക്യാമറ പുറകെ ഓടും. എന്നോട് കളി ഗൈസ്. ഞങ്ങളിത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ധനിക്കിടെ വീട്ടിലോട്ട് വന്നിട്ടുള്ളത്. ഈ കാണുന്ന ഈ 1000 രൂപ വേണ്ട, ഈ 1000 രൂപ ഞാൻ എൻ്റെ ഓപ്പക്ക് കൊടുക്കാൻ വേണ്ടി പോവേന്ന്, വെറുതെ കൊടുക്കാൻ വേണ്ടി പോവേന്ന്. ഓപ്പേ, ഒരു 1000 ഉറുപ്പ്യ തന്നാൽ എന്തായിരിക്കും അവസ്ഥ? എന്താ അവസ്ഥ? സന്തോഷം ഉണ്ടാവും. അല്ലാതെ എന്താ, നീ ഒരു 1000 രൂപയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ കിട്ടൂലെന്ന് എനിക്ക് ഉറപ്പാ. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും. അത് പറഞ്ഞാൽ മാത്രം. ഒരു 2 മാസം മുന്നേ ഓപ്പ എന്നെ കൊണ്ട് 5000 രൂപ കാണിച്ചിട്ട് ഒരു മുഴുവൻ ഷവായി അൽഫാമ എന്താന്ന് കഴിപ്പിച്ചത്, ഷവായി, ഫുൾ ഷവായി കഴിപ്പിച്ചിരുന്നു. അന്ന് തൊട്ടേ ഞാൻ വിചാരിച്ചതായിരുന്നു ഇതിനൊരു പ്രതികാരം ഞാൻ ചെയ്യുന്നു. പക്ഷെ എനിക്ക് അന്ന് എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ല പ്രതികാരം ചെയ്യാൻ വേണ്ടി. അതിന്റെ മധുര പ്രതികാരമായിട്ട് 5000 കൊടുക്കാനൊന്നും എന്റെ കയ്യിലില്ല. ഒരു 1000 രൂപ ഞാൻ ഒപ്പക്ക് അങ്ങോട്ട് തരും. അല്ല, നല്ല കാര്യം. നല്ലോണം വിശപ്പുണ്ട്, എന്തെങ്കിലും തിന്നാനും കിട്ടും, 1000 രൂപയും കിട്ടും എന്ന് പറഞ്ഞാൽ ഞാനത് വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിക്കും. തിന്നാനെല്ലാം കിട്ടും, പക്ഷെ സ്വന്തമായിട്ട് ഉണ്ടാക്കി തിന്നണം. ഉണ്ടാക്കി തിന്നാനാ? പോയല്ല പണിയൊക്കെ. അങ്ങനത്തെ ചലഞ്ച് ഒന്നും അല്ല ഞാൻ കൊടുത്തത് ഗൈസ്. നിങ്ങൾ കണ്ടതല്ലേ, നല്ല അടിപൊളി എല്ലാവർക്കും തിന്നാൻ ഇഷ്ടമുള്ള ഷവായി കൊണ്ടുപോയിട്ട് വാങ്ങി മുഴുങ്ങാൻ കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി തിന്നാനാ. പോടി അവിടെ നിന്ന് അങ്ങനത്തെ ചലഞ്ച് ഒന്നുമില്ല. ചലഞ്ച് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പോയി വാങ്ങിയിട്ട് വരിക, തിന്നുക, പൈസ തരിക, അതാ ചലഞ്ച്. ഓപ്പനോട് ആര് പറഞ്ഞ് എനിക്ക് ഷവായി വാങ്ങി തരാൻ വേണ്ടി? ഓപ്പനോട് ഷവായി ആക്കിയിട്ട് തിന്നാൻ വേണ്ടി പറഞ്ഞുകൂടായിരുന്നോ? പിന്നെ ഷവായി തിന്നാൻ തന്നെ പറ്റിയില്ല അവക്ക് അത്ര സമയം കൊടുത്തിട്ട്. എന്നിട്ട് ഇനി ഷവായി ആക്കിയിട്ട് അതൊന്നുമില്ല, ഇനി കൂടുതൽ വർത്താനമൊന്നുമില്ല. ഓപ്പക്ക് ഞാനൊരു ടാസ്ക് തരാൻ വേണ്ടി പോകുന്നു. എന്ത് ടാസ്കാന്ന് അത് പറ. 1000 രൂപക്ക് മറ്റേ പട്ടിയെ പോലെ പണിയെടുക്കുന്ന ടാസ്ക് ഒന്നും ചെയ്യാനില്ല. 15 മിനിറ്റ്, ഓൺലി 15 മിനിറ്റ്. 15 മിനിറ്റിൽ ഓപ്പ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കണം. എന്ത് ടാസ്കാന്ന് പറ നീ. ടാസ്ക് എല്ലാം പറയാ. ഓപ്പ ടാസ്കിന് തയ്യാറാണോ എന്ന് പറ. 1 മിനിറ്റ്, അച്ഛന്റെ വണ്ടി അങ്ങോട്ട് കയറട്ടെ. അതിന്റെ ശബ്ദം ഉണ്ടാവും. 15 മിനിറ്റിൽ ഓപ്പ ടാസ്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ, ഓപ്പ 15 മിനിറ്റിനുള്ളിൽ ഞാൻ പറയുന്ന ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ 1000 രൂപ എന്റെ മോനെ. 15 മിനിറ്റിൽ ടാസ്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ അല്ല, ഓപ്പ ഈ ടാസ്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ 15 മിനിറ്റിൽ ഈ ടാസ്ക് ചെയ്യാൻ ഓപ്പ റെഡി ആണെങ്കിൽ എന്താ നീ പറയാൻ മനസ്സിലായില്ല. 15 മിനിറ്റുള്ള ടാസ്കാ നിനക്ക് തരുന്നത്. 15 മിനിറ്റ് 15 മിനിറ്റ് ആണ് ടൈം. 15 മിനിറ്റ് തരും, അതിനുള്ളിൽ നീ പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ടാസ്ക് എന്താന്ന് പറ. ടാസ്കിന്റെ പേരാണ് തേങ്ങയും മാങ്ങയും. തേങ്ങയും മാങ്ങയും. അതെ, ഞാൻ നീ വന്നപ്പോ തന്നെ തോന്നി ഏതെങ്കിലും കൂതറ ഇതുപോലത്തെ ടാസ്ക് ആയിരിക്കും. ഇപ്രാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള വല്ല ടാസ്ക് ചെയ്യും, ചിക്കൻ മധുഹൂത്ത് അല്ലെങ്കിൽ വല്ല ഫുള്ള് അങ്ങനെയൊക്കെ. കേരവൃക്ഷങ്ങളുടെ നാടായ കേരളത്തില് തേങ്ങക്ക് പ്രാധാന്യമില്ലേ? പ്രാധാന്യമുണ്ട്. എന്തേ ഒപ്പം തേങ്ങനെ കേരള ജനത എടയും. മാങ്ങ നമ്മുടെ എന്താണ് മാങ്ങ കേരളത്തില് മൊത്തം കിട്ടാനുള്ള ഒരു സംഭവമാണ് മാങ്ങ. അപ്പൊ ഇത്രയും നല്ല ടാസ്ക് ഞാൻ കൊടുത്തിട്ട് തേങ്ങയും മാങ്ങയും വെച്ചിട്ട് ആദ്യമായിട്ടല്ലേ, അപ്പൊ ഒരു വിട്ടുവീഴ്ചയെല്ലാം ചെയ്യാം. അടുക്കളയിൽ കേറിയിട്ട് വലിയ പരിചയമൊന്നും ഇല്ലാത്ത ആളല്ലേ. പിന്നെ അടുക്കള കേറിട്ട് പരിചയമില്ലാത്ത ആളല്ലേ. ഇപ്പൊ തന്നെ 4 മിനിറ്റായി 20 മിനിറ്റിൽ ഈ വീഡിയോ തീർക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, അധികം പരിചയമൊന്നും ഇല്ലാത്ത ആളല്ലേ. അതുകൊണ്ട് സിമ്പിൾ ടാസ്ക്, ഈ ഒരു തേങ്ങയും മാങ്ങയും വെച്ചിട്ട് 15 മിനിറ്റിനുള്ളിൽ ഓപ്പക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യാം. വായിൽ വെക്കാൻ കൊള്ളുന്ന ആയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ടാസ്ക് 15 മിനിറ്റിൽ ഈ സംഭവം ചെയ്യണം. വേണമെങ്കിൽ തേങ്ങയും മാങ്ങയും കൂടി കറി വെക്കാം, തേങ്ങയും മാങ്ങയും ചമ്മന്തി അരക്കാം. തേങ്ങയും മാങ്ങയും ചമ്മന്തി അരച്ചോളൂ, അത് എനിക്ക് ഞാൻ ചെയ്തോളാം. മനസ്സിലായില്ല. തേങ്ങയും മാങ്ങയും വെച്ച് ചമ്മന്തി അരച്ച് 1000 രൂപ അടിച്ച് ഞാൻ പോണ ടാസ്കാണ് കഴിച്ചത്. നിങ്ങൾ കാണാൻ പോകുന്നത് കാണിച്ചു തരാം. എനിക്ക് 10 മിനിറ്റ് തന്നെ ധാരാളം. 15 മിനിറ്റ് വന്നിട്ടില്ലേ നീ? ഓക്കെ, തേങ്ങയും മാങ്ങയും ചമ്മന്തി അരച്ച് 1000 രൂപ വാങ്ങി സജീവം പോകുമ്പോ ഈ വീഡിയോ കംപ്ലീറ്റ് ആവും ഗൈസ്.
അപ്പൊ അത് എന്നാ ഇതാ ഇനി ഓപ്പേനെ മാത്രമായിരിക്കും കാണിക്കുക വീഡിയോ. അയ്യോ ഇല്ല അത് സമയമാകുമ്പോ തരൂ. ഇപ്പൊ ഈ ടാസ്കില് ഇൻ കേസ് ഞാൻ പരാജയപ്പെട്ട് നോട്ടുക ഓപ്പേനിക്ക് 1000 രൂപ ഇങ്ങോട്ട് തരണോ? ഓപ്പേനിക്ക് 1000 രൂപ എന്നോട് ടാസ്ക് ആക്കാൻ പറഞ്ഞ് ഞാൻ നിനക്ക് എന്തിനാ പൈസ തരണം? അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അത് തരണം. എന്നാ പോട്ടെ, ഒരു 500 രൂപ തരണം. എന്തിനീ പരാജയപ്പെട്ടൊന്നും തോൽവി സമ്മതിക്കും. അന്ന് നീ പരാജയപ്പെട്ടപ്പോ നീ എനിക്ക് പൈസ ഞാനൊരു അത് കുഴപ്പമില്ല, പക്ഷെ ഓപ്പ എനിക്ക് പൈസ തരണം. എന്തായാലും നിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ആൺചടതൊക്കെ അതൊരു നാണക്കേടാണ്. അതുകൊണ്ട് ഈ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആണുങ്ങളായിട്ടുള്ളവരൊക്കെ വേണ്ടിട്ട്, നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ തേങ്ങയും മാങ്ങയും ചമ്മന്തി അരക്കാൻ വേണ്ടി പോകും. സത്യസന്ധമായിട്ട് ഞാൻ അരക്കും. നിങ്ങളെല്ലാവരും ഇവരെല്ലാവരും എന്റെ ചമ്മന്തി കണ്ട്. ഗൃഹോപകരണങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഗൃഹോപകരണം ഞാൻ പിന്നെ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി ഉപയോഗിക്കണം. പിന്നെ ഇലക്ട്രിക് ഐറ്റംസ് ഉപയോഗിക്കാൻ പാടില്ല. നല്ല നാടൻ ചമ്മന്തി, എന്താ അരിപ്പൊടി, ജീരകം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. മിക്സിയിൽ അടിച്ച് ചമ്മന്തി ഉണ്ടാക്കി തരും. വേണ്ട, ആർക്കും പറ്റൂല. 15 മിനിറ്റിൽ ഞാൻ കല്ലുമ്മ പോയിട്ട് അരക്കാം. നിനക്ക് നീ എനിക്ക് 1000 രൂപ തരാൻ വേണ്ടിട്ട്. അതൊന്നുമില്ല. ചമ്മന്തി മറ്റേ മിക്സിയിൽ അടിക്കും. കറണ്ടില്ല. കറണ്ടെല്ലാം ഉണ്ട്. നീ അതാ കറണ്ട് പോയി. കറണ്ട് പോയാ? അത് ഇൻവെർട്ടർ പോലും എന്റെ കൂടെയാണ്. ഇതെന്താ സംഭവം? ഇലക്ട്രിസിറ്റി പോലും എന്റെ കൂടെയാണ്. പക്ഷെ അപ്പൊ കല്ലുമ്മേൽ അരക്കണം. കല്ലുമ്മേൽ അരക്കാൻ നടക്കൂല ഗൈസ്. അതെല്ലാം നമുക്ക് എനിക്ക് അരക്കാനൊന്നും അറിയില്ല, സത്യസന്ധമായിട്ട് പറയാം. മിക്സി വേണ്ട? നിങ്ങൾ പറ, മിക്സി വേണോ കല്ല് വേണോ? ബാ എന്തെങ്കിലും ആക്കാം. ബാ അപ്പൊ സമയം നോക്ക്. എന്നാ പിന്നെ 12:05 മിനിറ്റ് ഉണ്ട് കറക്റ്റ്. അപ്പൊ 12:10 ആകുമ്പോഴേക്കും ഓപ്പന്റെ ചമ്മന്തി അടിച്ച് തീരണം. ഇല്ലെങ്കിൽ ക്യാമറ ഓഫ് ആക്കി ഞാൻ പോകും. 12:10 ഓക്കെ. 12:10 ടൈം സ്റ്റാർട്ട്. നോ, ക്യാമറ പുറകെ ഓടും. ഫസ്റ്റ് തേങ്ങ വെച്ചോ. നീ പറയണ എനിക്ക് ഇഷ്ടമുള്ള ഈ സാധനങ്ങളൊക്കെ എവിടെയാണ് കാണിച്ചു? ഇല്ല ഒന്നും കാണിച്ചു തരൂല. നോക്കിക്കോ, എടുത്തോ. ഞാനിങ്ങനെ മാങ്ങ കിട്ടിയുണ്ട്. ഒരു മാങ്ങ പോലെ 2 മാങ്ങ ഉണ്ടല്ലോ. ഒരു പുളിയ മാങ്ങയുണ്ട്. ചമ്മന്തിക്ക് ഒരു ചെറിയ പീസ് പോലെ. ടൈം ലേഖായ ഞാനാണല്ലേ. തേങ്ങ ഇതിനകത്ത് മുറിച്ചത്. തേങ്ങ പോയി ഒലിച്ചെടുക്ക് പോ. ഒലിച്ചെടുക്കണം. ക്യാമറ ആയി ഇങ്ങനെ പുറകെ വരും. ഇല്ല, അമ്മേനെ ഞാൻ പറഞ്ഞു വിട്ട്. ഇല്ലെങ്കിൽ അമ്മയില്ലേ മോനെ അത് ചെയ്യും ഇത് ചെയ്യും പറഞ്ഞിട്ട്. അതെ, എനിക്ക് തേങ്ങ പൊട്ടിക്കാറില്ല, ഉലിക്കാറില്ല, പക്ഷെ ഇത് പൊട്ടിക്കാറില്ല. ഇതൊന്നും ഇല്ലാട്ടാ. ഇങ്ങനെ തേങ്ങയെല്ലാം ആദ്യം ആക്കി അതൊന്നുമില്ല. എന്നാ കൂടുതൽ സമയം തരണം. ഇല്ല 15 മിനിറ്റ്. ഓപ്പയില 10 മിനിറ്റ് ധാരാളം. തേങ്ങ മാങ്ങ ഇരിക്കണ്ടെങ്കിൽ പിന്നെ എല്ലാം ഞാൻ ചിരണ്ടി വരെ വെച്ചിട്ട് ഓപ്പക്ക് ചമ്മന്തി അരച്ചാന്നറിയാ. ബേ നോക്ക് ചിരിച്ചെന്നാ. ഇപ്പൊ തന്നെ 2 മിനിറ്റ് കഴിഞ്ഞാട്ടാ. ഇല്ല ഒരു കൈ ഞാൻ ഇല്ല, ഓട്ടക്കോ ഇല്ല, പിടിക്കോ ഇല്ല. ഒരു സംഭവം ചെയ്ത് തരൂല. അതൊന്നും ചെയ്ത് തരൂല. എന്നാ 900 രൂപ തരുള്ളൂ. പിന്നെ നീ ചമ്മന്തി അരച്ച് മൊത്തം അരച്ച് തരും. 500 രൂപ തന്നാ മതി. ചമ്മന്തി അരച്ച് ചോറും തന്നെ 500 രൂപ കിട്ടും. കണ്ട ഗൈസ്, നമ്മളോടെ കളി. ഇതൊക്കെ നമ്മ എത്ര കണ്ടതാ. ഓടിച്ചങ്ങെടുത്ത് നീ ഓടക്കല്ലേ. ഓടിക്കോ സമയമില്ല. വാക്കത്തി അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതാ പുറത്തതാ. ആ മോതിരം ചളക്കരുതേ. അപ്പുറത്തെ വശം വെച്ചിട്ട് മോതിരം ചളങ്ങുവേ. വെരി ഗുഡ്. നാനാഭാഗമായിട്ട് പൊട്ടിപ്പോയാൽ ഇത് തേങ്ങ കൊള്ളൂലേ? തേങ്ങ ചീത്തയാണ് അല്ലേ? വല്ല അവിടെ മറിക്കല്ല. ടൈം വന്ന വേഗം അടുത്ത തേങ്ങ എടുത്തോ. അതൊന്നും പറയില്ല. അത് കളഞ്ഞിട്ട് വേറെ എടുത്ത് ഒലിക്കേ. 2 മിനിറ്റ് അത് നോക്കി എടുക്കണോ? വെള്ളം കുലിക്കലേ നോക്കി എടുത്തേ.
ഇത് പണിയാപ്പിത് 2 തേങ്ങ പൊട്ടിക്കല ചീഞ്ഞ തേങ്ങയെല്ലാം കൊണ്ട് ഇടുന്നത് നാർന്ന് ആ തേങ്ങ വേഗം നോക്കിക്കോ വേഗം 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 12 മണിയാവാനാ ഇനി 10 മിനിറ്റേ ഉള്ളൂ. എന്നോട് തേങ്ങ കുഴിക്കലിന്റെ പണിയെടുത്തല്ല ഞാൻ. ഇതെല്ലാം സത്യം പറഞ്ഞ പൈസ കൂടുതൽ വേണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 5000 എല്ലാം വേണം. ഓ പിന്നെ 5000 ഉറുപ്പ്യക്ക് തേങ്ങാ ചമ്മന്തി അരച്ചുകൂട്ടാൻ എനിക്ക് പ്രാന്തല്ലേ. ഈ തേങ്ങന്റെ അവസ്ഥ എന്താമോ? അങ്ങോട്ടൊന്ന് പൊട്ടിക്കിട്ട് ഇവിടെ എല്ലാം വെള്ളാക്കി. ആ പൊട്ടട്ടെ അങ്ങനെ. അതിന് ആ വാക്കത്തിന്റെ സൈഡ് വെച്ചിട്ട് ഇതാ. മതി മതി പറയണ്ട, പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടേത്. അത് നല്ല തേങ്ങ. ഓക്കെ ഓക്കെ സെറ്റ് തേങ്ങ. വെള്ളം കുടിക്കാൻ കിട്ടിയില്ല ഈശ്വരൻ. ഓക്കെ ഓക്കെ ഇപ്പൊ തന്നെ 10 മിനിറ്റ് ആയി കേട്ടാ. തേങ്ങ പൊട്ടിച്ച് കഴിച്ചു ആദ്യമായിട്ടാ തേങ്ങ പൊട്ടിക്കുന്നത്. ഓക്കെ 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 ചമ്മന്തി ചെരവിയ എന്നോടാ കളി. വേഗം വേഗം. ടൈം 12 മണിയായേ, കൃത്യം 12 മണി. അങ്ങനെ ഇത് തേങ്ങ സമയം എക്സ്ട്രാ ഉണ്ട്. സമയം എക്സ്ട്രാ ഉണ്ട്. അതുമ്മ ചാരി നിക്ക്, അതുമ്മ ചാരി നിക്ക്. ഈ തേങ്ങ വലിയ പണി. ഇത് ചേരണ്ടല്ലോ 10 മിനിറ്റ് ആവല്ലോ. ഇതെങ്ങനെയാണ് ഞാൻ സക്സസ് ആവുക? ഇത് തേങ്ങ പണിയല്ലേ? ഞാൻ ചോദിച്ചില്ലേ ഓപ്പേനോട് തേങ്ങ മാങ്ങി പറ്റ എന്ത് ചെയ്യാൻ പറ്റുന്നു. ഓപ്പേനാണ് 10 മിനിറ്റ് ധാരാളം. അതല്ല ഓപ്പേന്റെ ഇഷ്ടം. തേങ്ങയും മാങ്ങിയും വെച്ച് എന്തെങ്കിലും ആക്കണമെന്നേ ഞാൻ പറ്റില്ല. ചമ്മന്തി തന്നെ ആക്കണം എന്നൊന്നും ഞാൻ പറ്റില്ല. എന്റെ ദൈവമേ സൈഡ് ചേരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ കൈ എത്ര പോണം? കൈ മാറ്റി വെച്ച് ഞങ്ങൾ ഒരു വകയാവുമല്ലോ. ഒരു തേങ്ങ വരുമ്പോ കൈ പോയാല് അല്ല. ഞാനിതാ ഇവിടെ ക്യാമറ അനക്കാണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മിണ്ടുന്നില്ല പോരെ. അപകടം പിടിച്ച പണിയാ ചെയ്യുന്നത് അറിയോ നിനക്ക്? ഈ തേങ്ങ എത്ര എടുത്തിട്ട് ബാക്കി ഇറങ്ങാറുണ്ടോ? എന്താ ഇത്? പിന്നെ തേങ്ങ അത് നടുന്ന് തിന്നുന്നില്ലേ? സൈഡ് വെച്ച് ചേരണ്ടേ? സൈഡ് കിട്ടുന്നില്ല അതല്ലേ? അതുമ്പോ ചാരി നിക്ക്. ഇതാ 12 മണിയായേ. ഇതാ സമയം കാണിച്ച സമയം 12 മണി. 12 മണി. ഇനി 10 മിനിറ്റ് 10 മിനിറ്റ് ഉണ്ട്. കല്ലുമേല അരക്കണം. കല്ല് കഴുകണം. കല്ലൊന്നുമില്ല, കല്ല് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കല്ലുമേലൊന്നുമില്ല, മിക്സിയിൽ ജാറിലിട്ട് അരക്കും. അതെന്ത് പരിപാടി? കല്ലുമേൽ നിങ്ങൾ ആരും ചെയ്യാത്ത പണിയാണ് നമ്മളെ കൊണ്ട് ചെയ്യുന്നത്. തേങ്ങ എന്താ ഇത് ഇത്രയും ചിരണ്ടിട്ടു. തേങ്ങ ഉണ്ട് ചതച്ചത് തന്നെ. ആദ്യം തേങ്ങ മറ്റേ കേട് തേങ്ങ ചതച്ച് ഞാൻ വേർത്തലീശ്വര അടുക്കള എങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ലട്ടാ എനിക്ക്. വെള്ളം വേണോ? ഒന്നും വേണ്ട, സമയങ്ങളല്ലേ എനിക്ക്. 12:01 12:01 ആയിപ്പോയി. സമാനപ്പെടി ഞാൻ തേങ്ങ എടുക്കട്ടെ. ഇത്രയും തേങ്ങ മതിയാവൂലേ മന്തിക്ക്? അത് ലോപ്പന്റെ ഇഷ്ടം. ഞാൻ ഒരക്ഷരം പറയില്ല. ഇത് ലോപ്പ എന്ത് ഇട്ട് പോലും ഇട്ടില്ല പോലും. ഇത് ടേസ്റ്റ് ഉണ്ടാവണം, വായിൽ വെക്കാൻ കൊള്ളണം. അതുപോലെ തന്നെ ആ ചെലവ് അതെല്ലാം തട്ടി അങ്ങോട്ട് ഇട്ട് ഇത് ചെലവ് കഴിയും. പിന്നെ കഴിയും. പിന്നെ ഇപ്പല്ല ലാസ്റ്റില് നമ്മൾ ലാസ്റ്റില് കഴിയും ഗൈസ്. വൃത്തിയൊരു ഭാഗം ഉണ്ടാ നമ്മ നോക്കണ്ട. കണ്ട മാങ്ങയെല്ലാം കഴുകാൻ എടുക്കുന്നത് നല്ല വൃത്തിക്ക് ചെയ്യണോ? എനിക്ക് പെടലി പിടിക്കാൻ ഇതെല്ലാം വൃത്തിയാക്കി ഇടും കേട്ടാ കഴിഞ്ഞിട്ട്. പണിയായിരുന്നോ മാങ്ങ ഇതായിട്ടില്ലട്ടാ. ഞാൻ മിണ്ടൂല. ചെയ്യാനുള്ളത് ചെയ്തോ. അതൊന്നും എടുക്കണ്ട. തേങ്ങയും മാങ്ങയും ചമ്മന്തി തേങ്ങയിലും കൂടുതൽ മാങ്ങിയതല്ലോ. അതൊന്നും ഞാൻ പറഞ്ഞു തരൂല. ഇനിയെല്ലാം ഞാൻ പറഞ്ഞു തന്നാലും എന്താണ്?
മിക്സിയിൽ അരക്കരുത്, മിക്സിയിലാണ് കല്ലുമ്മലിട്ട് അരക്കണം. അത് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യും. മിക്സിയിൽ അരക്കണോ? ഉണക്കമുളകില്ല, കാന്താരി ഉണ്ട് വേണമെങ്കിൽ പുറത്ത്. അത് ഫ്രിഡ്ജിലും കാന്താരി ഉണ്ട്. ആ കണ്ടുപിടിച്ചോ പറഞ്ഞു. ഫ്രിഡ്ജിൽ തട്ടുമ്മല് ചുവന്ന കാന്താരി ഉണ്ട്. ഫ്രിഡ്ജിൽ തട്ടുമ്മല് ചുവന്ന കാന്താരി അല്ല, ഡോറുമ്മല്, ഫ്രിഡ്ജിന്റെ ഡോറുമ്മല് ചുവന്ന കാന്താരി. അതൊന്നില്ല, ഫ്രിഡ്ജിന്റെ ഡോറുമ്മല് ചുമന്ന കാന്താരി. മര്യാദ ഇല്ലാത്ത പരിപാടിയാണത്. അത് ശരിയല്ല, അത് മര്യാദ ഇല്ല. ഫ്രിഡ്ജിന്റെ ചുമന്ന കാന്താരി മുളകില്ലേ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നീ എല്ലാം അത് ഒരു സാധനങ്ങൾ പറഞ്ഞായിരുന്നു. നീ അടുക്കളയിൽ പണിയെടുക്കുന്ന ആൾക്കാർ ഒന്നുമില്ല, അങ്ങനെ കണ്ടുപിടിക്കണം. ഈ അടുക്കളയിൽ ഇത്രയെല്ലാം സൗകര്യം, ഇത്രയുള്ള ഒരു അടുക്കളയിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, കണ്ടുപിടിക്കണ്ട. ഫ്രിഡ്ജിന്റെ ഡോർമേലെന്ന് പറഞ്ഞ് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കണ്ടുപിടിക്കണ്ട. സമയത്രയായി വാച്ചൂരി ഇങ്ങ് തരുവാ. എനിക്ക് ടൈം ഒക്കെ എന്റെ സമയം വെറുതെ കളയും. എനിക്ക് 12 കാലം വരെ തരണം. എന്റെ തേങ്ങ ഇത് പോയിട്ടുണ്ട്. 12:05 ടൈം. കാരണം എന്റെ പ്രശ്നമല്ല അത്. അതൊന്നില്ല, 2 മിനിറ്റേ തരുള്ളൂ ഞാൻ പറഞ്ഞില്ല. 2 മിനിറ്റല്ല, തേങ്ങ പൊട്ടിച്ചത് ഇത് വേണം. ഉപ്പ് മതിയാ? ഉപ്പ് ഒന്നും എനിക്കറിയില്ല. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12:05. വേറെന്താ വേണ്ടിയത്? മുളക് പൊടി ചേർക്കണ്ടല്ലോ. ഓപ്പന്റെ ഇഷ്ടം ചുമന്ന ഇത് ചമ്മന്തിയാണോ ഇഷ്ടം, അല്ലെങ്കിൽ പച്ച ചമ്മന്തിയാണോ ഇഷ്ടം, മഞ്ഞ ചമ്മന്തിയാണോ ഇഷ്ടം എന്നല്ല ഓപ്പന്റെ ഇഷ്ടം. കഴിഞ്ഞ ചമ്മന്തിയിൽ ഇടുന്ന സാധനങ്ങളെല്ലാം കഴിഞ്ഞ്. ഉള്ളി വേണം, ഉള്ളി, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഉണ്ടല്ലോ. ഉണ്ട്. വേറെ എന്താ ഇടുവാ? വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം, പക്ഷെ അതിൽ സമയം പോവും. വെളുത്തുള്ളി വേണമെങ്കിൽ സമയം പോവും. പക്ഷെ ഗൈസ് ഇത് വളരെ കുറച്ച് സമയം തന്നിട്ട് എനിക്ക് 10 മിനിറ്റ് മതി. നോപ്പന്റെ അഹങ്കാരത്തിന് നോപ്പ പറഞ്ഞു. ഞാൻ 20 മിനിറ്റ് തരാനോ നീ പറഞ്ഞില്ല, അതൊന്നും നീ പറഞ്ഞില്ല. പിന്നെ എല്ലാം ഞാൻ പിന്നെ എല്ലാം ആക്കി വെച്ചിട്ട് ചമ്മന്തി ചേർക്കാൻ പറയുന്നു. ഒപ്പ വിചാരിച്ചാ തേങ്ങയും ചിരണ്ടി വെച്ച് മാങ്ങയും അരിഞ്ഞ് വെച്ച് എല്ലാം ആക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കാനാ ഞാൻ ഒപ്പനോട് പറയേണ്ടത്. ചമ്മന്തി അരക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അരക്കണം. ഇതാ നിങ്ങളെല്ലാവരും ടൈം നോക്കിക്കോ. 12:05. 12:10 ഞാൻ ക്യാൻസൽ പറയും. 12:15 തേങ്ങ ചീഞ്ഞതായിരുന്നു. അത് എല്ലാവരും, ഞാൻ കള്ളത്തരം പറയുന്നല്ല, നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ. ഒരിക്കലും തരൂല, ഒരിക്കലും തരൂല. 12 അത് തെറ്റാണ്. സീരിയസ് ഞാൻ പറയുന്നത്. അത് നിനക്ക് ജയിക്കണമെങ്കിൽ ജയിച്ചോ, 12:13 ഞാൻ ജയിക്കണമെങ്കിൽ ജയിച്ചോ. നമ്മളെ വീഡിയോ കാണുന്നവർ പറയും, കമന്റ് ഇടും എല്ലാ ആൾക്കാർ. അപ്പൊ നീ മനസ്സിലാക്കിയാണ് സജീഷ് ഞങ്ങളൊന്നും ആലോചിക്കണം. ഒരു കറി ആക്കി വെച്ചിട്ട് അടുത്ത കറി വേറെ കറിയൊന്നുമില്ല. വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ടുണ്ടേ, മിക്സിയിൽ ഇട്ട് അടിക്കുക നോക്കണം. വേണ്ടാത്ത പണിക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞതാ. ജാറോടെ ഇതാണ് ചമ്മന്തി ജാറ്, ഇതാണോ? അതൊന്നും എനിക്കറിയില്ല. വേറൊരു ജാറില്ലേ ചമ്മന്തി ഇറക്കാനായിട്ടുള്ള? അതൊന്നുമില്ല. ഈ ജാറ എടുക്കണേ നിങ്ങൾ അതെല്ലാം പറയണേ. ഇതിനകത്തോട്ട് ഇടണ കാണിക്കും, വെറുതെ ക്യാമറ പിടിച്ചിട്ടുണ്ട്. അമ്മിമേൽ അരക്കേണ്ടതാണ്. അത് പറഞ്ഞില്ല, അത് പറഞ്ഞിട്ടില്ല. എന്നാ 12:10 വരെ സമയം തരുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അമ്മീമേൽ അരക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാരും ചമ്മന്തി അരക്കണത് ഇവിടെ ഇങ്ങനെയാണ് ഈ വീട്ടിൽ. പിന്നെ എനിക്ക് മാത്രം അമ്മീമേൽ അരക്കാൻ ടാസ്ക് പോടി അവിടെ ഇത് മാങ്ങ അങ്ങനെ തന്നെ ഉണ്ടല്ലോ. എന്ത് മാങ്ങിട്ടില്ലേ ഇട്ടാ ഒരു കഷ്ണം ഇടാണെങ്കിൽ തേങ്ങ മാങ്ങിന്നാ ഞാൻ പറഞ്ഞത്. അതിട്ടല്ല എന്തായാലും ചമ്മന്തി അരച്ചിട്ട് ഞാൻ അരക്കലുണ്ട്. കുട്ടിക്ക് അത് കരണ്ട് പോയിട്ടുണ്ടാവും. അതൊന്നും എനിക്കറിയില്ല. വെള്ളം ഒഴിക്കണമെങ്കിൽ ഒപ്പം കൊയ്ക്കാം. ചമ്മന്തിയിൽ വെള്ളം ഒഴിക്കുമെങ്കിലും ഒപ്പം ചമ്മന്തിയിൽ വെള്ളം ഒഴിച്ചോ.
ടീസ്പൂണൊക്കെ 12:10. മോളെ സമയം എനിക്ക് വേണം വേണം കാരണം അമ്മേ ചമ്മന്തി ടേസ്റ്റ് നോക്കിയിട്ട് പറയണം കേട്ടോ. അമ്മ അമ്പലത്തിൽ പോകാൻ കേട്ടാ. അതിനെ ചമ്മന്തി ആവോ നോക്കാം. ഒരു കൊട്ട ഉപ്പുണ്ടല്ലോ മുളകുണ്ടല്ലോ ചമ്മന്തി നിറയെ. എന്റെ വെളിച്ചെണ്ണ കുപ്പി ഒന്നും പൊട്ടിക്കരുതേ. എന്റെ വെളിച്ചെണ്ണ കുപ്പി പൊട്ടിക്കരുത്. 12:10 ആവാൻ ടിൻ 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 ടിൻ. അപ്പൊ ഇത് ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറഞ്ഞത് അത് ഉണ്ടാവുക. വൃത്തിയുള്ള ഒരു പാത്രത്തില് ചമ്മന്തിനെ ആക്ക്. ഇതെല്ലാം കണ്ടില്ലേ തേങ്ങ ഇതാക്കി. പിന്നെ ഇതെന്താ ചമ്മന്തി ആക്കിയാൽ മാത്രം പോരാ. ഇതാ 5 മിനിറ്റ് 2 മിനിറ്റും കൂടി ഉണ്ട്. തട്ട് ക്ലീൻ ചെയ്തിട്ടോളൂ. അത് പറഞ്ഞിട്ടില്ല. ആദ്യം പറയണായിരുന്നു. ചമ്മന്തി ആക്കുവാന്ന് മാത്രമായിരുന്നു ഇതിലുണ്ടായിരുന്നത് സംഭവം. അമ്മേ അച്ഛാ അച്ഛോ ഈ ചമ്മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ലതാണോ? സത്യസന്ധമായി പറയണം. സത്യമായിട്ട് അമ്മ അമ്മ എന്റെ ഭാഗത്തേക്കരുത്. മോനാണെന്നുള്ളത് നിൽക്കാൻ പാടില്ല. ഞാൻ ടെസ്റ്റ് ചെയ്യും. ലൈറ്റ് ഇട് 12:10 ആവാൻ വേണ്ടിട്ടാണ്. ടാസ്ക് ജയിച്ച് ചമ്മന്തിക്ക് ഉപ്പും പുളി എല്ലാം തേങ്ങ അരിഞ്ഞിട്ടില്ല. ഇവിടെ പറയണതുണ്ടല്ലോ തേങ്ങ അരഞ്ഞിട്ടില്ലാന്ന്. ഇതില് മിക്സിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ചെറുതായിട്ട് അറിയാനുണ്ട്. ടാസ്ക് ജയിച്ച് സത്യസന്ധമായിട്ട് 12:10 ആവുമ്പോഴേക്ക് ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ടാസ്ക് ജയിച്ച് പിടിക്ക്. പോരായ്മകൾ പറഞ്ഞു. മിക്സിയിൽ അരക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കല്ലുമ്മലിട്ട് ബദലായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇവരാരും നിങ്ങൾ ഉപയോഗിക്കലുണ്ട് കല്ലുമ്മനിക്ക് ഇറക്കലുണ്ട് ചമ്മന്തി. ഇല്ല മിക്കത് ഇല്ലല്ല. പിന്നെ എന്നോട് മാത്രം പറയണ എന്തിനാ? അതുകൊണ്ട് മക്കളെ അപ്പൊ അതുകൊണ്ട് ഇതാ ഞാൻ കൃത്യമായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതായി. പിന്നെ നിങ്ങളൊന്ന് ആലോചിക്കണം. ആദ്യം ഞാൻ പൊട്ടിച്ച തേങ്ങ കേടായി പോയി. എന്നിട്ട് വരെ ഞാൻ ഇതുപോലെ എത്തിച്ച് കണ്ടില്ലേ. പൈസ പക്ഷെ ഞാൻ പോരായ്മകൾ ഞാൻ പറയും. മാങ്ങ അറിയാനുണ്ട്. മാങ്ങ ഇതാ അച്ഛ താഴ്ത്തി പിടിച്ച ക്യാമറയിലേക്ക് ഇത് ചമ്മന്തിയിലേക്ക് താഴ്ത്തി പിടിച്ച മാങ്ങ ഇതാ. മാങ്ങ പോലെ ഉണ്ട്. തേങ്ങ അരഞ്ഞിട്ടില്ല. നമ്മൾ അരക്കുന്ന ചമ്മന്തി ഇങ്ങനെയല്ല. എനിക്ക് ഇത്ര അരഞ്ഞാ മതി ചമ്മന്തിയില്. അത് തിന്നോക്കിട്ട് ടേസ്റ്റ് പറ. നീ അങ്ങനെയല്ല ടേസ്റ്റ് പറ. ഉപ്പും എരിവും ഭയങ്കര കൂടുതലാണ്. നല്ല എരിവുണ്ട്. ചമ്മന്തി രസമില്ല. സത്യം പറയട്ടെ ഭയങ്കര ടേസ്റ്റ്. സീരിയസ്ലി ഇവിടെ അരക്കുന്നതിലും ടേസ്റ്റ്. ഞാൻ അരച്ചോണ്ട് പറഞ്ഞല്ല. എന്ത് രുചി ഇത്. ആ കൈപുണ്യം അടിപൊളി. ഇത് തരി പോലും ബാക്കിയുണ്ടാവില്ല. ഇതിപ്പോ സംഭവം മിക്സിയിൽ അത്ര അരയുന്നുള്ളൂ. മിക്സിയുടെ പ്രശ്നം അത്. കല്ലുമിട്ട് അരക്കാനാണെങ്കിൽ സമയം കൂടുതൽ വേണം. അത് ആദ്യം ഞാൻ പറഞ്ഞിരുന്നു. അത് നമുക്ക് ഞാനിപ്പോ പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പറ പൈസ കൊടുത്തത്. ഇനി ഇതിലുള്ള ബാക്കി കമന്റുകളും നിർദ്ദേശങ്ങളും നിങ്ങളതാണ്. നിങ്ങൾ പറഞ്ഞു ഞാൻ ഈ 1000 ചെലവാക്കുന്നില്ല. ഈ 1000 ഞാൻ കയ്യിൽ ഈ കമന്റ് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ് നോക്കിയിട്ട് മാത്രം ഞാൻ ഇത് ചെലവാക്കും. ഞാൻ പറഞ്ഞത് 15 മിനിറ്റ് സമയം കൊണ്ട് ചമ്മന്തി തേങ്ങയും മാങ്ങയും കൂട്ടി ചമ്മന്തി അരക്കണം എന്ന് പറഞ്ഞു. 12:10 ആവുമ്പോഴേക്ക് സംഭവം റെഡിയാക്കി ചമ്മന്തി തന്നിട്ടുണ്ട്. പക്ഷെ മിക്സിയിൽ അരച്ചിട്ടില്ല. അല്ല മിക്സിയിലാണ് അരച്ചത്. അതൊരു പോയിന്റ്. ഞാൻ പറഞ്ഞിരുന്നു തേങ്ങ അരഞ്ഞിട്ടില്ല. ഞാൻ മിക്സിയിൽ അരക്കോളം ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു. തേങ്ങയും അരഞ്ഞിട്ടില്ല, മാങ്ങയും അരഞ്ഞിട്ടില്ല, ഉപ്പും കൂടുതലാണ്. ഞാൻ പറയുന്നല്ലേ. അത് സമ്മതിക്കൂല. മാത്രം പറയട്ടെ. ഇവരൊക്കെ പറയട്ടല്ലേ ആൾക്കാരെ കൂടെ കാണിച്ചു. എന്നാ ഇതിന് വേറെ ഇത് നമുക്ക് ആരോടെങ്കിലും ചോദിക്കണം. പുറത്ത് ഇപ്പൊ അച്ഛൻ പറഞ്ഞാൽ പറയും എന്റെ അച്ഛനായോണ്ട് പറയുന്നതാന്ന് പറയും. ഇത് വേറെ ആരും ചോദിക്കാം. ഞാൻ അരച്ചാണെന്ന് പറയാൻ പാടില്ല.
വിപിനേച്ചിന്റെ അടുത്തോണ്ട് പോയി ചോദിച്ചു നോക്കാം. ഞാൻ അരച്ചാന്ന് പറയാൻ പാടില്ല, നോർമൽ അങ്ങനെ നമുക്ക് ഇതാക്കാൻ പറ്റില്ലല്ലോ. ഓഫാക്ക. ഉപ്പില്ല, ഉപ്പ് കറക്റ്റാ. എന്തേ അതിലെടുത്തിട്ടുണ്ട്. ഇതെന്താ, ഞാൻ കുക്ക് ചെയ്താല് ഇങ്ങനെ എന്റെ തട്ട് കിടക്കയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇതെന്താ ഒരു മൂടി നിറച്ചും തേങ്ങ. സംഭവം ഒരു പറഞ്ഞേക്ക്, ഒരു ടാസ്ക് ഒരാൾ തരുമ്പോ ആ ടാസ്ക് വിജയിപ്പിച്ച് അതിനുശേഷം ഇത് ഞാൻ വൃത്തിയാക്കും. അതല്ല പ്രശ്നം. കറക്റ്റ് സമയത്ത് സംഭവം ചമ്മന്തി കിട്ടിയില്ലേ, ഒരാള് 1000 ഉറുപ്പിയും തന്നല്ലോ. ഇനി നമ്മളെ വീഡിയോ കാണുന്നവര് തീരുമാനിക്കട്ടെ. അത് ഞാൻ വൃത്തിയാക്കുന്നേ, വീഡിയോ കാണുന്നവര് തീരുമാനിക്കട്ടെ. ഉപ്പ് വേണമെങ്കിൽ നീ വിപിനേച്ചോട് ചോദിച്ചോക്കാം. കാരണം എനിക്ക് കൃത്യ ഉപ്പായിരുന്നു. ഉപ്പിൽ ഞാൻ അങ്ങനെ ചമ്മന്തി ബാക്കി നീ പറഞ്ഞത് ഓക്കെ. ഉപ്പും എരിവും കൂടുതലാണ് ചമ്മന്തിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നുണ്ട്. നീ വെറുതെ വലിച്ചിട്ടുണ്ടോ, നമുക്ക് ചോദിച്ചോക്കാം. ഇത് വൃത്തിയാക്കിയിട്ട് ഞാൻ വൃത്തിയാക്കും. ഗൈസ്, ഞങ്ങളിത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ധനികിയുടെ വീട്ടിലോട്ട് വന്നിട്ടുള്ള ഒന്നും പറഞ്ഞില്ല, നേരെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ചോദിച്ചു നോക്കാമല്ലോ. എല്ലാവരും ഉണ്ട്. വീഡിയോ എടുത്തിട്ടാ വരുന്നേ, കല്ലു പിടിക്കല്ല. അത് തന്നെ, ബാ. അവള് കുളിച്ചിട്ട് വരേടി. എടി പിന്നില്ലേ, ഇത് ഒരു ചമ്മന്തി ഇല്ലേ ആക്കിയതാണ്. നിക്ക് ഇതെന്തിനാന്നറിയാമോ? അച്ഛനും നോക്കാം. ഒരു ഇതിനകത്ത് നല്ലതാണോ, നിനക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലും കുറവുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അതാണ്. അല്ലല്ല, അങ്ങനെയല്ല അത് ആക്കിയതല്ല, നീ പറഞ്ഞാ മതി. അത് കഴിച്ചോ, കുറച്ചെടുത്ത് പുറത്ത് കുറച്ചധികം എടുത്ത് കഴിക്കും. കഴിക്കടിയായിരുന്നു ഇത്, ചമ്മന്തി അല്ലേ. എന്താക്കിയെന്നല്ല, രസമുണ്ടോ ടേസ്റ്റല്ലേ, നല്ല രസമല്ലേ. എരിവ് ഉപ്പ് ഒന്നും കൂടുതലില്ല, എല്ലാം കറക്റ്റല്ല. നല്ല പുളിയെല്ലാം ഉണ്ട്, നല്ല മാങ്ങ ചമ്മന്തി പോലെ. അച്ഛനോട് നോക്കട്ടെ, അച്ഛനാണ് അതിന്റെ ആള്. അച്ഛനാണ് ചമ്മന്തിന്റെ ആള്. മാങ്ങാ ചമ്മന്തിയാണോ? മാങ്ങാ ചമ്മന്തി തന്നെ. എന്താ കൂടുതൽ എന്താ കുറവ്? പുളി ലേശധികം, അത്രേ ഉള്ളൂ. അത് മാങ്ങേന്റെ അല്ലേ, നല്ല രസമില്ലേ, പക്ഷേ നല്ല ടേസ്റ്റ് ഇല്ല. ഉപ്പ് കണക്കാന്ന്. ആ പുളി ലേശം കുറയണമെങ്കിൽ കുറച്ച് ഉപ്പിട്ടാ മതി. നല്ല രസമില്ലേടി, നല്ല കണ്ട തീർക്കണോള്. കണ്ട. അപ്പൊ ഇപ്പൊ എന്തുണ്ട് ഗൈസ്, സത്യാവസ്ഥ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടില്ലേ? അപ്പൊ ഈ ചമ്മന്തി ഞാനാക്കിയ ചമ്മന്തിയാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് സത്യം പറയാൻ പോകുന്നത്. ഒരു ഇതായിരുന്നു മറ്റേ അല്ല, ഞാൻ അതല്ലടി പറഞ്ഞ അതിലെന്തിരിക്കുന്നത്. അതല്ല പറഞ്ഞ ഇതിപ്പോ എന്താണെന്നറിയോ, പിന്നെ 15 മിനിറ്റ് ഇവിടെ ടാസ്ക് തന്നത് ഒരു ചമ്മന്തി ആക്കുവാന്നുള്ളത്. അപ്പൊ ആ ചമ്മന്തി നല്ലതാണെന്ന് അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു ഇല്ല, അത് അങ്ങനെ എനിക്ക് അത്ര ഇതില്ല, മറ്റേതാണ് മറിച്ചാൻ. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, എന്റെ അച്ഛനും അമ്മ ആയതുകൊണ്ടല്ലേ ഇനിയൊരു കാര്യം നിന്റെ വീട്ടിൽ പോയിട്ട് നോക്കാന്ന് പറഞ്ഞു. ഇപ്പൊ അവര് സമ്മതിച്ചു. ഇനിയിപ്പോ എന്താ ഈ ടാസ്ക് മോനും മോളും മഴൽ മനോരമയിൽ ചെയ്തതല്ലേ? അപ്പൊ ഗൈസ് താങ്ക് യു. പിന്നെ കണ്ട എന്റെ ചമ്മന്തിന്റെ ഒരു ഇത് നോക്കണ്ട, അവള് ഫുൾ കാണടി കാണ് ഗൈസ്. അപ്പൊ ഇതിന് ഇനിയിപ്പോ എന്താ പറയണ്ടേ, ഇനിയിപ്പോ നിങ്ങൾ പറ, ബാക്കി എനിക്കൊന്നും പറയാനില്ല. ചലഞ്ച് ഇതുപോലെ ഏറ്റെടുത്ത ആ ചമ്മന്തി എല്ലാവരും തിന്നല്ലത് പറഞ്ഞു. ഇനി സജീഷിന്റെ അച്ഛനമ്മയും തിന്നുകൊണ്ടാണെന്നുള്ള ഇനി വിന്തം കൂടി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതും കൂടി നമുക്ക് കേൾക്കായിരുന്നു. അപ്പൊ എന്തായാലും ചലഞ്ച് അപ്പൊ നിങ്ങളും കൂടി കമന്റ് ഇടണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. 25-ാം തീയതി നമ്മളെ വീഡിയോ കാണുന്ന റിനീന്റെ മോള് മാളൂട്ടിന്റെ ബർത്ത്ഡേ ആണ് കേട്ടാ. അപ്പൊ നമ്മള് ഒരു ബർത്ത്ഡേ വിഷസും കൂടി മാളൂട്ടിക്ക് അറിയിക്കുന്നു. അതെ, അപ്പൊ 25-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ റിനിയുടെ മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മാളൂട്ടി. ഗോഡ് ബ്ലസ് യു. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും കാണാം. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മുടെ വ്ലോഗും പഠിക്കുന്നു. പിന്നെ ഇതില് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കണ്ടവരാണ്. എന്തെല്ലാം പോരായ്മകൾ
ഉണ്ട് അത് കുഴപ്പമില്ല. പക്ഷെ സംഭവം വിജയിച്ചില്ലേ? അപ്പൊ ഇനിയൊരു കാര്യം ഇതുപോലുള്ള വീഡിയോസുകൾ, ചലഞ്ചിങ് വീഡിയോസിലൊക്കെ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യും അല്ലേ? എനിക്ക് നല്ല 8ന്റെ പണിയായിട്ട് ഞാൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നുണ്ട് ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ. വിഭൂതി ടാറ്റ.